നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കാഹളം രാജ്യത്ത് മുഴങ്ങിക്കഴിഞ്ഞു. അതിന്റെ ആദ്യത്തെ ചുവട് വെച്ചിരിക്കുന്നത് NDA തന്നെയാണ്, BJP തന്നെയാണ്. അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതോടുകൂടി അല്ലെങ്കിൽ അതിന്റെ പ്രതിഷ്ഠാ ദിന കർമ്മത്തിലേക്ക് കടക്കുന്നതോടുകൂടി BJP ഒരു ചരിത്രം കൂടി രേഖപ്പെടുത്തും. തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതവർക്ക് വോട്ടുകളായി ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. INDAയുടെ തന്ത്രങ്ങൾ എന്തായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഒരു വഴിക്ക് പുരോഗമിക്കുന്നുണ്ട്. നമുക്കറിയാം, INDA എന്ന പ്രതിപക്ഷ മുന്നണി രൂപീകരിച്ചതിന് ശേഷമാണ് രാജ്യത്ത് 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നത്. ഈ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും INDA എന്ന മുന്നണിയുടെ കടിഞ്ഞാൻ പിടിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായ നഷ്ടം ചെറുതായിരുന്നില്ല. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കയ്യിലുണ്ടായിരുന്ന ഭരണം നഷ്ടപ്പെടുത്തുക മാത്രമല്ല, മധ്യപ്രദേശിൽ തിരിച്ചു വരും എന്ന് കരുതിയ കോൺഗ്രസിന് അവിടെ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരികയും ചെയ്തു. ആകെ ആശ്വസിക്കാൻ വകയുണ്ടായിരുന്നത് ദക്ഷിണേന്ത്യയിലെ തെലങ്കാന മാത്രമായിരുന്നു. എന്തായാലും 28 പാർട്ടികൾ ഉൾപ്പെടുന്ന ഈ INDA എന്ന മുന്നണിക്കുള്ളിൽ 28 അഭിപ്രായങ്ങൾ ഉണ്ട് എന്നത് മറക്കേണ്ട. ഇവർ എങ്ങനെയായിരിക്കും ഒന്നിച്ചു നിന്നുകൊണ്ട് INDA നേരിടുക എന്ന ഒരു ആകാംക്ഷ രാജ്യത്തെ ഓരോ രാഷ്ട്രീയ വിദ്യാർത്ഥിക്കുമുണ്ട്. നമുക്കറിയാം, 19-ാം തീയതിയാണ് ഏറ്റവും ഒടുവിലായി INDA എന്ന സഖ്യം ഒരു യോഗം ചേർന്നത്. ഈ യോഗത്തിനിടയിൽ ഏറ്റവും അധികം ചർച്ചയാക്കപ്പെട്ടത് ആരായിരിക്കണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നതായിരുന്നു. പക്ഷെ അതിനുമൊക്കെ മുൻപ് തന്നെ സീറ്റ് വിഭജന ചർച്ചകളിലേക്ക് കടക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ 28 പാർട്ടികളുമായി സീറ്റ് വിഭജന ചർച്ചകൾ ഒരു യോഗത്തിലൊന്നും തീരാൻ പോകുന്നില്ല എന്നുള്ള ബോധ്യം നേതൃത്വത്തിലുള്ളവർക്കുണ്ട് താനും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആരായിരിക്കണം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന ഒരു തിടുക്കപ്പെട്ട ചർച്ചയിലേക്ക് INDA എന്ന മുന്നണി കടന്നത്. എന്തായാലും അവിടെ ആദ്യം ഉയർന്നു വന്ന പേര് അത് കോൺഗ്രസിന്റെ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയുടേതായിരുന്നു. ആരാണ് ഖാർഗെയുടെ പേര് ഉയർത്തി കാണിച്ചത് എന്നതിലാണ് ഏറ്റവും അധികം അത്ഭുതമുള്ളത്. തൃണമൂൽ കോൺഗ്രസിന്റെ അധ്യക്ഷയും ബംഗാളിന്റെ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയും ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഒരേ സ്വരത്തിലാണ് മല്ലികാർജുൻ ഖാർഗെയുടെ പേര് നിർദ്ദേശിച്ചത്. അവർ പറഞ്ഞ ഒരു കാര്യം, മല്ലികാർജുൻ ഖാർഗെയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാൽ തീർച്ചയായും INDA എന്ന മുന്നണിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കും, കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നതായിരുന്നു. കാരണം രാജ്യത്തെ ആദ്യ ദളിത് പ്രധാനമന്ത്രി എന്ന പേര് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ സാധിക്കുമെന്ന ഒരു ബുദ്ധിയാണ് മമത ഇതിന് പിന്നിൽ ന്യായീകരണമായി പറഞ്ഞിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ മമതാ ബാനർജി മറ്റൊരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആര് മത്സരിക്കണമെന്ന്. അതിന് മമതാ ബാനർജി ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പേര് പ്രിയങ്ക ഗാന്ധിയുടേതാണ്. എന്തായാലും പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചാൽ വിജയിക്കില്ല എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും അറിവുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും വാരണാസി പോലെയുള്ള ഒരു മണ്ഡലത്തിൽ അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള സ്വീകാര്യത ചെറുതല്ല. അങ്ങനെ പ്രിയങ്ക ഗാന്ധിയെ മോദിക്കെതിരെ മത്സരിപ്പിക്കുക എന്നാൽ അതിനർത്ഥം കോൺഗ്രസിന്റെ ശക്തി തെളിയിക്കാനോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു കൂർമ്മ ബുദ്ധി ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പേര് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാതെ പകരം ഖാർഗെയുടെ പേര് മമത ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മമതാ ബാനർജി ഇത്തരത്തിലുള്ള ചില നിലപാടുകൾ ഈ ഒരു വളരെ ക്രൂഷ്യലായ സമയത്ത് സ്വീകരിക്കുന്നത് എന്നതിന് കൃത്യമായ ഉത്തരമുണ്ട്. കാരണം സ്വന്തം പാർട്ടിക്ക്, തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഈ INDA എന്ന സഖ്യത്തിനുള്ളിൽ ബാർഗെയിനിങ് കപ്പാസിറ്റി കൂടുതൽ ഉറപ്പുവരുത്തുക അല്ലെങ്കിൽ വില പേശാനുള്ള കൂടുതൽ കരുത്താർജിക്കുക എന്നതാണ് മമതാ ബാനർജിക്ക് മുന്നിലുള്ള ആദ്യത്തെ തന്ത്രം. പ്രധാനമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ചിരിക്കുന്നവരിൽ മമതാ ബാനർജിയും ഉൾപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അതിനുവേണ്ടി ഏറ്റവും അധികം കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാർ തന്നെയാണ്. നിതീഷ് കുമാർ രാജ്യം ഒന്നടങ്കം യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാണ്. അല്ലെങ്കിൽ ബീഹാറിൽ അയോധ്യയ്ക്ക് സമാനമായി സീതാദേവിക്ക് വേണ്ടി വലിയ ക്ഷേത്രം പണിതുയർത്താൻ പോരുകയാണ്. സീതാദേവി ഇല്ലെങ്കിൽ രാമൻ ഇല്ല എന്നുള്ള മുദ്രാവാക്യമൊക്കെയാണ് ബീഹാറിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. എന്തായാലും നിതീഷ് കുമാറിന്റെ ലക്ഷ്യം പ്രധാനമന്ത്രി പദം തന്നെയാണ്. ഒരുപക്ഷെ ഇതിനോട് നേരിട്ടൊരു വിയോജിപ്പ് മമതാ ബാനർജി പ്രകടിപ്പിച്ചെന്ന് വരില്ല. അങ്ങനെ കിങ് ആവാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിതീഷ് കുമാർ മുന്നോട്ട് പോകുമ്പോൾ താൻ കിങ് മേക്കർ ആവും എന്നുള്ള ഒരു ശാഠ്യമാണ് മമതാ ബാനർജിക്കുള്ളത്. നമുക്കറിയാം, ഈ INDA എന്ന സഖ്യത്തിനുള്ളിൽ തന്നെ CPM അല്ലെങ്കിൽ DMK, സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികൾ മാത്രമേ ഒരിക്കലും NDA സഖ്യത്തിലേക്ക് പോവില്ല, BJPയുമായി കൈകൊടുക്കില്ല എന്നുള്ള ഉറപ്പുള്ള പാർട്ടികളുള്ളൂ. നിതീഷ് കുമാറിന്റെ പാർട്ടി ആയാലും മമതാ ബാനർജിയുടെ പാർട്ടി ആണെങ്കിലും രാഷ്ട്രീയപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി BJPക്ക് കൈകൊടുക്കാൻ മടിയില്ലാത്ത ആളുകൾ തന്നെയാണ്. അതിന് യാതൊരു തടസ്സവും അവർക്ക് മുന്നിലില്ല. അതിന് മുൻപ് അങ്ങനെ കൈകൊടുത്ത ചരിത്രവും ആ പാർട്ടികൾക്കൊക്കെ ഉണ്ട് താനും. എന്തായാലും വളരെയധികം ഒത്തൊരുമയോടുകൂടി തന്നെ തങ്ങൾ മുന്നോട്ട് പോകും
പോകുമെന്നൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ INDA എന്ന മുന്നണി രൂപീകരിച്ചത്. പക്ഷേ ഈ മുന്നണിയെ ഏറ്റവും ഒടുവിൽ തളർത്താൻ മുന്നിൽ നിന്നത് പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് തന്നെയാണ് എന്നതാണ് ഏറ്റവും വലിയ ഒരു വിഷമകരമായ സത്യം. ആ മുന്നണിയെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ ഒരു വല്യേട്ടൻ മനോഭാവത്തെ പറ്റി പലപ്പോഴും അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഈ കഴിഞ്ഞ തവണ ചേർന്ന യോഗത്തിനിടയിലും സമാജ്വാദി പാർട്ടിയും RJDയും JDUവും ഒക്കെ കുറ്റപ്പെടുത്തിയത് കോൺഗ്രസിനെ തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വല്യേട്ടൻ മനോഭാവം കാണിച്ച് മറ്റ് പാർട്ടികളെയും ഒന്നും അടുപ്പിക്കാതെ ഒറ്റയ്ക്ക് മത്സരിച്ചത്? അതുകൊണ്ടല്ലേ ഇത്തരത്തിൽ വലിയ ഒരു പരാജയം ഏറ്റെടുക്കേണ്ടി വന്നതും? അതുകൊണ്ട് തന്നെയല്ലേ ഈ INDA എന്ന മുന്നണിക്കുള്ളിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമായതും എന്ന ചോദ്യം അവർ ഉയർത്തുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറാവാതെ പോയത് തന്നെയാണ് നിലവിൽ ഈ INDA മുന്നണി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന്. എന്തായാലും മമതാ ബാനർജിയുടെ തീരുമാനങ്ങൾ, അവർ പറയുന്ന ചില നിർദ്ദേശങ്ങൾ, അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ, ഇതൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ഉളവാക്കാൻ ശേഷിയുള്ളത് തന്നെയാണ്. അത് കൃത്യമായി അറിയാവുന്ന മമതാ ബാനർജി അതുകൊണ്ട് തന്നെയാണ് കെജ്രിവാളിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു കുറുമുന്നണി ഉണ്ടാക്കി ഈ INDA എന്ന മുന്നണിക്കുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റ് ചില സഖ്യ നീക്കങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും മമതാ ബാനർജിയുടെ ലക്ഷ്യം BJPയോ മോദിയോ അല്ല, മറിച്ച് അത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തന്നെയാണ്. ഗാന്ധി കുടുംബമാണ് കോൺഗ്രസ് എന്ന രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ്.